മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട 30 കീബോർഡ് ഷോർട്ട്കട്ട്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. മാർക്കറ്റിംഗ് പ്ലാൻ എന്ന ഈ പ്രസൻറ്റേഷൻ ഉപയോഗിച്ചിട്ടാണ് പവർ പോയിന്റിലെ ഷോർട്ട് കട്ട്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. 15 സ്ലൈഡുകളാണ് ഈ പവർ പോയിന്റ് പ്രസൻറ്റേഷനിലുള്ളത്. ഒന്നാമത്തെ ഷോർട്ട് കട്ട്, ഒരു സ്ലൈഡിൽ നിന്ന് തൊട്ടടുത്ത സ്ലൈഡിലേക്ക് പോകാനായിട്ട് അഥവാ തൊട്ടടുത്ത സ്ലൈഡ് സെലക്ട് ചെയ്യാനായിട്ട് പേജ് ഡൗൺ എന്ന കീ പ്രസ് ചെയ്യുക. ഈ കാണുന്നതാണ് ഇപ്പോൾ ഇവിടുത്തെ ആക്റ്റീവ് സ്ലൈഡ്. തൊട്ടടുത്ത സ്ലൈഡ് സെലക്ട് ചെയ്യാനായിട്ട് പേജ് ഡൗൺ. നോക്കുക, തൊട്ടടുത്ത സ്ലൈഡ് സെലക്ട് ചെയ്യപ്പെട്ടു. വീണ്ടും പേജ് ഡൗൺ. അടുത്ത സ്ലൈഡ് സെലക്ട് ചെയ്യപ്പെട്ടാൽ കാണാം. ഒരു സ്ലൈഡിൽ നിന്ന് തൊട്ടു മുന്നത്തെ സ്ലൈഡിലേക്ക് പോകാനായിട്ട് പേജ് അപ്പ്. നോക്കുക, തൊട്ടു മുന്നിലെ സ്ലൈഡ് സെലക്ട് ചെയ്യപ്പെട്ടാൽ കാണാം. ഈ കാണുന്നതാണ് ഇപ്പോൾ ഇവിടുത്തെ ആക്റ്റീവ് സ്ലൈഡ്. പേജ് അപ്പ്. തൊട്ടു മുന്നത്തെ സ്ലൈഡ് സെലക്ട് ചെയ്യപ്പെട്ടു. പേജ് ഡൗൺ. വീണ്ടും പേജ് ഡൗൺ. ആക്റ്റീവ് സ്ലൈഡിന് ശേഷം പുതിയൊരു സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് കൺട്രോൾ എം എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കുക. കൺട്രോൾ എം. നോക്കുക, പുതിയൊരു സ്ലൈഡ് ഇൻസേർട്ട് ചെയ്യപ്പെട്ടാൽ കാണാം. ആക്റ്റീവ് സ്ലൈഡ് ഡിലീറ്റ് ചെയ്യാനായിട്ട് ഡിലീറ്റ് എന്ന കീ പ്രസ് ചെയ്യുക. ഡിലീറ്റ്. ആക്റ്റീവ് സ്ലൈഡ് ഡിലീറ്റ് ചെയ്യപ്പെട്ടു. വീണ്ടും ഈ കാണുന്ന സ്ലൈഡ് സെലക്ട് ചെയ്യുന്നു. ഈ ആക്റ്റീവ് സ്ലൈഡ് ഡിലീറ്റ് ചെയ്യാനായിട്ട് ഡിലീറ്റ്. ഒന്നോ ഒന്നിലധികമോ സ്ലൈഡുകളുടെ കോപ്പി ക്രിയേറ്റ് ചെയ്യാൻ അഥവാ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോൾ ഡി. ഈ കാണുന്നതാണ് ഇപ്പോൾ ഇവിടുത്തെ ആക്റ്റീവ് സ്ലൈഡ്. ഈ സ്ലൈഡിൻ്റെ കോപ്പി ക്രിയേറ്റ് ചെയ്യാനായിട്ട് കൺട്രോൾ ഡി. നോക്കുക, സ്ലൈഡിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. ഈ രണ്ട് സ്ലൈഡുകൾ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഈ രണ്ട് സ്ലൈഡുകളുടെ കോപ്പി ക്രിയേറ്റ് ചെയ്യാനായിട്ട് കൺട്രോൾ ഡി. നോക്കുക, രണ്ട് സ്ലൈഡുകളുടെയും ഓരോ കോപ്പി വീതം ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ കാണാം. ഏതൊരു സ്ലൈഡിൽ നിന്നും ഒന്നാമത്തെ സ്ലൈഡിലേക്ക് പോകാനായിട്ട് ഹോം എന്ന കീ പ്രസ് ചെയ്യുക. ഹോം. നോക്കുക, ഒന്നാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്യപ്പെട്ടു. ഏതൊരു സ്ലൈഡിൽ നിന്നും അവസാനത്തെ സ്ലൈഡിലേക്ക് പോകാനായിട്ട് എൻഡ്. നോക്കുക, അവസാനത്തെ സ്ലൈഡ് സെലക്ട് ചെയ്യപ്പെട്ടു. വീണ്ടും എൻഡ്. അവസാനത്തെ സ്ലൈഡ് സെലക്ട് ചെയ്യപ്പെട്ടാൽ കാണാം. ആക്റ്റീവ് സ്ലൈഡിനെ തൊട്ടു മുന്നത്തെ സ്ലൈഡിന് മുന്നിൽ പ്ലേസ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോൾ അപ്പ് ആരോ. ഈ കാണുന്നതാണ് ഇപ്പോൾ ഇവിടുത്തെ ആക്റ്റീവ് സ്ലൈഡ്. കൺട്രോൾ അപ്പ് ആരോ. നോക്കുക, ആക്റ്റീവ് സ്ലൈഡ് ഒരു സ്ലൈഡ് മുകളിലേക്ക് മാറിയത് കാണാം. വീണ്ടും കൺട്രോൾ അപ്പ് ആരോ. ആക്റ്റീവ് സ്ലൈഡിൻ്റെ പൊസിഷൻ മാറിയത് കാണാം. ഈ കാണുന്നതാണ് ഇപ്പോൾ ഇവിടുത്തെ ആക്റ്റീവ് സ്ലൈഡ്. കൺട്രോൾ അപ്പ് ആരോ. ആക്റ്റീവ് സ്ലൈഡ് ഒരു സ്ലൈഡ് മുകളിലേക്ക് കയറി. ഇതേ രീതിയിൽ ആക്റ്റീവ് സ്ലൈഡിനെ തൊട്ടടുത്ത സ്ലൈഡിന് ശേഷം പ്ലേസ് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോൾ ഡൗൺ ആരോ. കൺട്രോൾ ഡൗൺ ആരോ പ്രസ് ചെയ്യുന്നു. നോക്കുക, ആക്റ്റീവ് സ്ലൈഡ് ഒരു സ്ലൈഡ് താഴേക്ക് മൂവ് ചെയ്ത് കാണാം. വീണ്ടും കൺട്രോൾ ഡൗൺ ആരോ. ആക്റ്റീവ് സ്ലൈഡിൻ്റെ പൊസിഷൻ മാറിയത് കാണാം. ഏതൊരു സ്ലൈഡിനെയും ഒന്നാമത്തെ സ്ലൈഡാക്കി മാറ്റാനായിട്ട് കൺട്രോൾ ഷിഫ്റ്റ് അപ്പ് ആരോ പ്രസ് ചെയ്യുക. കൺട്രോൾ ഷിഫ്റ്റ് അപ്പ് ആരോ. നോക്കുക, ആക്റ്റീവ് സ്ലൈഡ് ഒന്നാമത്തെ സ്ലൈഡായിട്ട് മാറി. ഇതേ രീതിയിൽ ഏതൊരു സ്ലൈഡിനെയും അവസാനത്തെ സ്ലൈഡാക്കി മാറ്റാനായിട്ട് സ്ലൈഡ് സെലക്ട് ചെയ്യുന്നു. കൺട്രോൾ ഷിഫ്റ്റ് ഡൗൺ ആരോ. നോക്കുക, ആക്റ്റീവ് സ്ലൈഡ് അവസാനത്തെ സ്ലൈഡായിട്ട് മാറി. എല്ലാ സ്ലൈഡുകളെയും സെലക്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോൾ എ. കൺട്രോൾ എ പ്രസ് ചെയ്യുന്നു. നോക്കുക, ഇവിടെയുള്ള എല്ലാ സ്ലൈഡുകളും സെലക്ട് ചെയ്യപ്പെട്ടു. ഇങ്ങനെ സെലക്ട് ചെയ്യപ്പെട്ട സ്ലൈഡുകളെ വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇനി അതുമല്ലെങ്കിൽ കൺട്രോൾ ഡി എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് സ്ലൈഡുകളുടെ കോപ്പികൾ ക്രിയേറ്റ് ചെയ്യാം. പുതിയൊരു ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് കൺട്രോൾ എൻ. കൺട്രോൾ എൻ പ്രസ് ചെയ്യുന്നു. നോക്കുക, പുതിയൊരു ബ്ലാങ്ക് പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്യപ്പെട്ടാൽ കാണാം. പ്രസൻറ്റേഷൻ ക്ലോസ് ചെയ്യാനായിട്ട് കൺട്രോൾ ഡബ്ല്യു. നോക്കുക, പ്രസൻറ്റേഷൻ ക്ലോസ് ചെയ്യപ്പെട്ടു. വീണ്ടും കൺട്രോൾ എൻ. പുതിയൊരു പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്യപ്പെട്ടാൽ കാണാം. ഇനി ഈ പ്രസൻറ്റേഷൻ സേവ് ചെയ്യണമെങ്കിൽ കൺട്രോൾ എസ്. ഈ പ്രസൻറ്റേഷന് നമുക്ക് ഇഷ്ടമുള്ള പേരിൽ സേവ് ചെയ്യാൻ സഹായിക്കുന്ന ഡയലോഗ് ബോക്സ് ആണിത്. പ്രസൻറ്റേഷൻ ക്ലോസ് ചെയ്യാനായിട്ട് കൺട്രോൾ ഡബ്ല്യു. ഈ കമ്പ്യൂട്ടറിലെ മറ്റൊരു പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ കൺട്രോൾ F12. നോക്കുക, ഓപ്പൺ എന്ന ഡയലോഗ് ബോക്സ് വന്നു. ഈ ഡയലോഗ് ബോക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ 3 പവർ പോയിന്റ് പ്രസൻറ്റേഷൻസ് ആണുള്ളത്. ഒരു പ്രസൻറ്റേഷനിൽ നിന്ന് തൊട്ടടുത്ത പ്രസൻറ്റേഷനിലേക്ക് പോകണമെങ്കിൽ കൺട്രോൾ ടാബ്. നോക്കുക, അടുത്ത പ്രസൻറ്റേഷൻ സെലക്ട് ചെയ്യപ്പെട്ടാൽ കാണാം. വീണ്ടും കൺട്രോൾ ടാബ്. അടുത്ത പ്രസൻറ്റേഷൻ സെലക്ട് ചെയ്യപ്പെട്ടു.
പ്രസൻറ്റേഷനിൽ ഉപയോഗിച്ചിരിക്കുന്ന സ്ലൈഡുകളുടെ സ്ലൈഡ് ഷോ കിട്ടാനായിട്ട് F5 എന്ന കീ പ്രസ് ചെയ്യുക. F5 എന്ന ഫംഗ്ഷൻ കീ പ്രസ് ചെയ്യുന്നു. നമുക്ക് സ്ലൈഡ് ഷോ തുടങ്ങി. അടുത്ത സ്ലൈഡിലേക്ക് പോകാനായിട്ട് ഒന്നുകിൽ എൻ്റർ കീ പ്രസ് ചെയ്യുക, അതല്ലെങ്കിൽ റൈറ്റ് ആരോ പ്രസ് ചെയ്യുക. ഇതിന് പുറമെ പേജ് ഡൗൺ എന്ന കീ പ്രസ് ചെയ്തിട്ടും അടുത്ത സ്ലൈഡിലേക്ക് പോകാവുന്നതാണ്. തൊട്ട് മുന്നത്തെ സ്ലൈഡിലേക്ക് പോകാനായിട്ട് ലെഫ്റ്റ് ആരോ. സ്ലൈഡ് ഷോയിൽ നിന്ന് വെളിയിൽ വരാനായിട്ട് എസ്കേപ്പ്. ആക്റ്റീവ് സ്ലൈഡ് ഏത് തന്നെയാണെങ്കിലും F5 എന്ന കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്ലൈഡിൽ നിന്നാകും സ്ലൈഡ് ഷോ ആരംഭിക്കുക. F5 നോക്കുക, ഒന്നാമത്തെ സ്ലൈഡിൽ നിന്നാണ് സ്ലൈഡ് ഷോ തുടങ്ങിയത്. എന്നാൽ ആക്റ്റീവ് സ്ലൈഡിൽ നിന്ന് തന്നെ സ്ലൈഡ് ഷോ തുടങ്ങണമെങ്കിൽ ഷിഫ്റ്റ് F5 എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കുക. ഷിഫ്റ്റ് F5 നോക്കുക, ആക്റ്റീവ് സ്ലൈഡിൽ നിന്ന് സ്ലൈഡ് ഷോ തുടങ്ങിയത് കാണാം. വീണ്ടും F5. സ്ലൈഡ് ഷോ നടക്കുന്ന സമയത്ത് പോയിൻ്ററിനെ ഹൈലൈറ്റർ ആക്കി മാറ്റാനായിട്ട് Ctrl I എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കുക. Ctrl I നോക്കുക, പോയിൻ്ററിൻ്റെ ഷേപ്പ് മാറിയത് കാണാം. പോയിൻ്റർ ഒരു യെല്ലോ റെക്റ്റാങ്കിളായിട്ട് മാറി. ഈ ഹൈലൈറ്റർ ഉപയോഗിച്ചിട്ട് ഈ സ്ലൈഡിൽ നമുക്ക് ആവശ്യമുള്ള പോർഷൻസ് ഹൈലൈറ്റ് ചെയ്യാവുന്നതാണ്. അതേസമയം പോയിൻ്ററിനെ ലേസർ പോയിൻ്റർ ആക്കി മാറ്റണമെങ്കിൽ Ctrl L എന്ന ഷോർട്ട് കട്ട് ഉപയോഗിക്കുക. Ctrl L നോക്കുക, പോയിൻ്റർ ലേസർ പോയിൻ്ററായിട്ട് മാറിയത് കാണാം. തിരിച്ച് ആരോ പോയിൻ്റർ കിട്ടാനായിട്ട് Ctrl L. സ്ലൈഡ് ഷോയുടെ സമയത്ത് ബ്ലാക്ക് സ്ക്രീൻ കിട്ടാനായിട്ട് B. നോക്കുക, ബ്ലാക്ക് സ്ക്രീൻ വന്നാൽ കാണാം. എസ്കേപ്പ്. ഇനി വൈറ്റ് സ്ക്രീനാണ് വേണ്ടെങ്കിൽ W. സ്ലൈഡ് ഷോയുടെ ഇടയിൽ ഒരു പർട്ടിക്കുലർ സ്ലൈഡ് സെലക്ട് ചെയ്യണമെങ്കിൽ ആ സ്ലൈഡ് നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. ഈ സ്ലൈഡുകളിൽ മൂന്നാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്യണമെങ്കിൽ 3 എൻ്റർ. സ്ലൈഡുകളിലെ മൂന്നാമത്തെ സ്ലൈഡാണിത്. എസ്കേപ്പ്. നോക്കുക, മൂന്നാമത്തെ സ്ലൈഡ്. ഈ കാണുന്നത് 9ാമത്തെ സ്ലൈഡാണ്. F5. ഇവിടെ നിന്ന് 9ാമത്തെ സ്ലൈഡിലേക്ക് പോകണമെങ്കിൽ 9 എൻ്റർ. PowerPoint റിബൺ ഹൈഡ് ചെയ്യാനായിട്ട് Ctrl F1. റിബൺ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സെയിം ഷോർട്ട് കട്ട് ഉപയോഗിക്കുക. Ctrl F1. ഒരു ഫയലിൻ്റെ മറ്റൊരു കോപ്പി മറ്റൊരു പേരിൽ സേവ് ചെയ്യാനായിട്ടാണ് സേവ് ആസ് ഡയലോഗ് ഉപയോഗിക്കുന്നത്. സേവ് ആസ് ഡയലോഗിന് വേണ്ടി F12. നോക്കുക, സേവ് ആസ് ഡയലോഗ് വന്നാൽ കാണാം. പ്രസൻറ്റേഷൻ്റെ പ്രിൻറ്റ് പ്രിവ്യൂവിന് വേണ്ടി Ctrl P. നോക്കുക, ഈ പ്രസൻറ്റേഷൻ പ്രിൻ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവോ ആ ഔട്ട്പുട്ടിൻ്റെ പ്രിവ്യൂ ആണ് ഈ കാണുന്നത്. PowerPoint ക്ലോസ് ചെയ്യാനായിട്ട് Ctrl Q. നോക്കുക, ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിരുന്ന 3 പ്രസൻറ്റേഷൻസും ക്ലോസ് ചെയ്യപ്പെട്ടാൽ കാണാം. നമ്മളിവിടെ കണ്ട 30 കീബോർഡ് ഷോർട്ട് കട്ട്സിന് പുറമെ ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന 20 PowerPoint ഷോർട്ട് കട്ട്സ് കൂടിയുണ്ട്. അവയെക്കുറിച്ച് പിന്നീട് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. മറ്റൊരു ഓഫീസ് ടിപ്പുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.